നോക്ക്, ഇത് കണ്ണുകൾ, കാഴ്ചയുടെ ദിവ്യാസ്ത്രങ്ങൾ. ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന രണ്ട് കുഴികൾ, കുഴികൾക്കുള്ളിൽ ഉരുണ്ട് കളിക്കുന്ന രണ്ട് കോളങ്ങൾ. ഇത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്, എന്റെ സമന്തകയ്ക്കും. അവളും ഒന്നും കാണുന്നില്ലല്ലോ. സ്നേഹിത, ഞാൻ നിന്റെ സമന്തകയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാം. കൊട്ടാരത്തിലെ അന്തപുരത്തിലോ? അവൾ എവിടെയാണെങ്കിലും അവിടെ. നിനക്കതിന് കഴിയില്ല. ഒരു പ്രാണിക്ക് പോലും കടക്കാൻ പഴുതില്ലാത്ത കൊട്ടാരത്തിൽ നിനക്കെങ്ങനെ കടക്കാൻ കഴിയും? പ്രതിബന്ധങ്ങളെ തട്ടി തകർക്കാൻ എന്റെ കാഴ്ചയ്ക്ക് കഴിയും. സമന്തകയുടെ അന്തപുരത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോയാൽ എനിക്ക് കാഴ്ചയുണ്ടെന്ന് നീ വിശ്വസിക്കാമോ? വിശ്വസിക്കാം. രമണകന്റെ ഒപ്പം താഴ്വാരത്തിന്റെ ഏത് ദിശയിലേക്ക് ഞാൻ വരാം? പാടില്ല. തിടുക്കത്തിൽ സാഹസം ചെയ്താൽ അത് അപകടം. അല്പം കൂടി കാക്കൂ. എന്റെ നിയോഗങ്ങളിൽ ഒരുപക്ഷെ ഇതുകൊണ്ടാകാം. അന്തപുരത്തിൽ അന്യരാരെ? രമണകനോ? അന്തപുരത്തിൽ എങ്ങനെ കടന്നു? കാഴ്ചയുള്ള കൂട്ടുകാരൻ എന്നെ സഹായിച്ചു. കാഴ്ചയുള്ള കൂട്ടുകാരനോ? ആരാണത്? ഞാൻ രഘുരാമൻ. അയ്യോ, ആരുടെയും കാതിൽ വീഴണ്ട. കടന്നു പൊയ്ക്കോളൂ വേഗം. അറിഞ്ഞാൽ കൊന്നു മുളന്തണ്ടിൽ കുത്തി നിർത്തും. അരുത്. എന്താണിത്? എന്നെ നമസ്കരിക്കരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അല്ല, അങ്ങ് സാധാരണ മനുഷ്യനല്ല. ഈ താഴ്വാരത്തിലെത്തിപ്പെട്ട മഹാഗുരുവാണ് അങ്ങ്. ഈ പാദങ്ങളിൽ ഞാൻ എന്റെ വിശ്വാസം അർപ്പിക്കുന്നു. എന്റെ പ്രഥമ ശിഷ്യൻ. താഴ്വാരം മുഴുവൻ തടവറകളാണ്. വിശ്വാസങ്ങളെ ധിക്കരിക്കുന്നവർക്ക് വിലങ്ങാണ് രാജസമ്മാനം. രഘുരാമ, കാഴ്ചയെപ്പറ്റി പാടിയ നാവുകൾ അറുത്തെറിഞ്ഞ കഥകൾ ഇവിടുത്തെ കൊച്ചുകുട്ടികളുടെ കാതുകളിൽ പോലും ഉണ്ട്. കല്ലെറിഞ്ഞും കുരിശിൽ തറച്ചും കാലിൽ അമ്പെയ്തും പലരെയും കൊന്നിട്ടുമുണ്ട് അല്ലേ? നിങ്ങളുടെ അന്ധതയുടെ കാരണം ഈ പ്രകൃതിയിൽ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്കത് കണ്ടെത്തണം. കാഴ്ചയെപ്പറ്റി പറഞ്ഞ് നമുക്ക് ഈ താഴ്വരയെ ബോധ്യപ്പെടുത്തണം. പക്ഷേ താഴ്ന്ന ഗോത്രക്കാരും ഉയർന്ന ഗോത്രക്കാരും തമ്മിൽ എന്നും യുദ്ധമാണ്. നീചഗോത്രക്കാർ കറുത്തവരാണത്രേ. താഴ്ന്ന ഗോത്രക്കാരുടെ നിറം കറുത്തതാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ ഞാൻ കാണുന്ന മേൽഗോത്രക്കാരിൽ തന്നെ കറുത്തവരും വെളുത്തവരുമുണ്ട്. ഇതൊക്കെ നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആരോ പടച്ചുണ്ടാക്കിയ അസംബന്ധങ്ങളാണ്. കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ ഗോത്രപ്പകയുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും ആയുധമെടുക്കുമായിരുന്നില്ല. രഘുരാമ, താഴ്വരയിൽ നീ ഇനിയും ഏറെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കാഴ്ചയെ പറ്റിയുള്ള അവന്റെ വാക്കുകൾ പ്രജകളെ സന്ദേഹികളാക്കും. രമണകൻ അവന്റെ വാക്കുകളിൽ മയങ്ങി എന്ന് വെച്ചാൽ അവന്റെ നാവിന് കാതുകൊടുക്കാൻ വേറെയും രമണകന്മാരുണ്ടാവുമെന്നർത്ഥം. അവിശ്വാസബോധി ഉറപ്പിക്കാൻ അവനെ അനുവദിക്കരുത്. വീരവിജയ് വിജയന്ത മഹാരാജാവ് അറിയിക്കുന്നതെന്തെന്നാൽ ഏതോ അന്യലോക സന്തതിയും പിശാചിന്റെ പിൻഗാമിയുമായ ഒരു അവിശ്വാസി ഇല്ലാത്ത കാഴ്ചയുടെ മഹത്വത്തെ വാഴ്ത്തി ഈ മണ്ണിൽ ചുറ്റിക്കറങ്ങുന്നു. അവന്റെ വാക്കുകൾക്ക് കാതു കൊടുക്കുന്നവർ രാജശിക്ഷയ്ക്കർഹർ. അവനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ച് രാജസമക്ഷമെത്തിക്കുവാൻ അരുളപ്പാട്. രമണകൻ അനുഭവം പറഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് വിശ്വാസമായത്. പക്ഷേ അത് പോരല്ലോ. കൊട്ടാരത്തിലെ കൺകാണിത്തറയിൽ തൊട്ടറിയാതെ വസ്തുവിനെ കണ്ടുപറയാനുള്ള പരീക്ഷയിൽ ജയിച്ചാലേ രാജാവ് വിശ്വസിക്കൂ. ഞാൻ തെളിയിക്കും. രഘുരാമ, നിന്നെ ജീവനോടെ അല്ലാതെ പിടിച്ചു കൊടുക്കാനാണ് രാജകൽപ്പന. ഒരു മാർഗമുണ്ട്. നീ ഞങ്ങളുടെ വേഷം ധരിക്കണം. അങ്കയും തലപ്പാവും തൊട്ടറിയുമ്പോൾ അവർ നിന്നെ
ഈ ലോകത്ത് ഒരാൾ എന്ന് തന്നെ കരുതിക്കൊള്ളും. അയാൾക്ക് കാഴ്ചയുണ്ട്. രമണകനെ ആരും അറിയാതെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഞാൻ അയാളുടെ ശബ്ദം കേട്ടു. അയാളുടെ വാക്കുകൾക്ക് താഴ്വരയുടെ മട്ടില്ല. അയാൾ ഏതോ നിയോഗത്തിന്റെ നിമിത്തമാകാം. കാഴ്ചയുള്ളവൻ ദൈവപുത്രനാണെന്ന് പൂർവീകർ പറഞ്ഞിട്ടുണ്ട്. കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ജീവനോടെ അല്ലാതെയോ പിടിച്ച് ഹാജരാക്കാൻ. പാലുകളും കുരിശുകളും എന്റെ മകൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഭരിക്കാൻ ആദിയിൽ ലോകം ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലെ ശൂന്യതയായിരുന്നു. പിന്നെ സ്പർശനശേഷിയില്ലാത്ത ജീവികളുണ്ടായി. പിന്നെ നാലുകാലുള്ള ആടുകളുണ്ടായി. പിന്നെയാണ് മനുഷ്യനുണ്ടായത്. ഏറ്റവും ഒടുവിൽ മാലാഖമാരുണ്ടായി. ഏറ്റവും ഒടുവിൽ മാലാഖമാർ എങ്ങനെ ഇരിക്കും? മാലാഖമാരോ? അങ്ങ് ദൂരെ ദൂരെന്ന് ചിലപ്പോ പാട്ടുകൾ കേൾക്കാറില്ലേ? അത് മാലാഖമാരുടേതാണ്. കുട്ടികളെ, ഈ ലോകം വളരെ ചെറുതാണ്. ഇലാമപ്പഴം പോലെ ചെറുത്. ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകം. തെറ്റ്. ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട്. പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട്. കുട്ടികളെ, പേടിക്കണ്ട. ഏതോ ദുഷ്ടഗ്രഹങ്ങളുടെ അശരീരിയാണത്. നമുക്ക് പഠനം തുടരാം. ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ്. ഈ ഭൂമിയുടെ മുകളറ്റം മൃദുലമായ ഒരു മൂടി മാത്രമാണ്. വിഡ്ഢിത്തം. ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ആകാശം. അശരീരികൾ കാതുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഭയപ്പെടരുത്. ശബ്ദത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. നാദതരംഗങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കങ്ങളിലും പ്രകൃതിയുടെ വൃത്തിക്ഷയങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നു. ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ. കാഴ്ചയെക്കുറിച്ചുള്ള കെട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ. അവയ്ക്ക് കാതു കൊടുക്കാതിരിക്കുക. അവയ്ക്ക് അരുത്. കുഞ്ഞുങ്ങളെ കബളിപ്പിക്കരുത്. ഭൂമിയിൽ ശബ്ദവും ഗന്ധവും മാത്രമല്ല, കാഴ്ച കൂടിയുണ്ട്. അവിശ്വാസികൾക്ക് ഈ ലോകത്തിടമില്ല. ഞാൻ പറയേണ്ടത് നിങ്ങൾ പറയുന്നു. നീ ആര്? രഘുരാമൻ, സത്യം പറയാൻ നിയോഗിക്കപ്പെട്ടവൻ. താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. അറിവില്ലാത്തത് നിഷേധിക്കുന്നവൻ അഹങ്കാരി. അസംബന്ധം പുലമ്പാതെ പാഠശാലയിൽ നിന്ന് കടന്നു പോകും. കാവൽക്കാരുടെ കാതുകൾക്ക് കുന്തമുനകളുടെ മൂർച്ചയുണ്ട്. കുട്ടികളെ, ദുഷ്ടാത്മാക്കളുടെ അസത്യവചനങ്ങൾ ശ്രമിക്കരുത്. ഇന്നലെ പാഠം വേണ്ട. പൊക്കളോ പൊക്കളോ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അധ്യാപകൻ അസത്യത്തിന്റെ പ്രവാചകനാണ്. എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പഠിപ്പിക്കുന്നവൻ. അയ്യോ, അധ്യാപകനെ അങ്ങനെയൊന്നും പറയരുത്. ശബ്ദദേവത കോപിക്കും. എന്തെല്ലാം അബദ്ധങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളോട് ഒരു ദേവതയും കോപിക്കില്ല. സത്യം. കുഞ്ഞുങ്ങളെ, കണ്ണെന്നാൽ എന്താണെന്നാണ് അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ മുഖത്ത് 2 കുഴികളിൽ കിടക്കുന്ന ചെറിയ 2 ഗോളങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കും. അല്ല, ഈ ലോകത്തെ കാണുവാനുള്ള ദിവ്യമായ അവയവമാണ് കണ്ണുകൾ. നല്ല മണം അല്ലേ? അതെ. മണം മാത്രമല്ല, ഈ പൂവ് കാണാനും മനോഹരമാണ്. പൂക്കൾ മാത്രമല്ല, മേലെ മാനം, അതിലൊഴുകി നടക്കുന്ന മേഘങ്ങൾ. രാത്രിയിൽ അവിടെ നക്ഷത്ര കുഞ്ഞുങ്ങൾ പിറക്കും. പകൽ 7 വർണ്ണങ്ങളുള്ള മഴവില്ല് വിരിയും. ഈ മണ്ണിൽ കിലുകിലേ കിലുങ്ങുന്ന നദികൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നോ കാണാൻ. പിന്നെന്താ ഞങ്ങളൊന്നും കാണാത്തത്? അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിധി. കാണാത്ത കണ്ണുകളുമായി അന്ധതയിൽ അലഞ്ഞു തിരിയാനുള്ള ദുർവിധി. പറഞ്ഞതൊക്കെ ഞങ്ങളെ കാണിക്കാമോ? അതിനുള്ള വഴി എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടെത്തും ഒരിക്കൽ. ആരും വഴക്കിടണ്ട. ഇത് നമുക്ക് കാഴ്ചയുടെ കഥ പറഞ്ഞെന്ന് ഏട്ടന് കൊടുക്കാം. ഇത് ഇലാമപ്പഴമാണ്. നല്ല സ്വാദാ.
ഏട്ടന് വേണ്ട. നിങ്ങളെല്ലാവരും കഴിച്ചോളൂ.